Good morning, world. So we are going on the next hike, which is Lions Bluff. We got our friend Jacob over here. Hello. So we have reached our destination, guys. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിലിൻ്റെ മാപ്പ്. ഇത് നമ്മൾ ഓൾ ട്രെയിൽസ് എന്ന് പറഞ്ഞൊരു ആപ്പിലാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. ഈ ട്രെയിലിൻ്റെ ദൂരം എന്ന് പറയുന്നത് 3.76 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിലിൻ്റെ സ്റ്റാർട്ടിങ്. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വരുന്ന പൾപ്പിറ്റിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡാണ് ഈ ഒരു ട്രെയിൽ. പൾപ്പിറ്റ് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ, അതായത് ഈ പൾപ്പിറ്റിൻ്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, പൾപ്പിക് റോക്ക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 2019 വിത്ത് an elevation gain of 326 meters. നമ്മുടെ മറ്റുള്ള ഹൈക്കുകൾ പോലെയല്ല, ഇത്രയും നാൾ കണ്ട ഹൈക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് പച്ചപ്പ് കൂടുതലുണ്ട്. പൂക്കളും ഇതൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ പോവാണ്. തുടക്കം തന്നെ ഇങ്ങനെ ഒരു ഗ്രീനറി കാണുന്നത് നമുക്കൊരു പ്രചോദനമായിട്ട് കൂട്ടാം. ഇവിടം തൊട്ട് നമ്മുടെ ട്രെയിലിൻ്റെ കട്ടി കൂടുകയാണ്. ഓക്കെ, ആൻഡ് ഈ കാണുന്നത് മൊത്തം പാറകൾ നിങ്ങൾ കാണുന്നില്ല, അത് ഇവർ തന്നെ സെക്യൂറായിട്ട് വെച്ചേക്കുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ സൈറ്റിൽ അവർ പറയുന്നുണ്ട്, യു ഹാവ് ടു വെയർ പ്രോപ്പർ ഹൈക്കിംഗ് ബൂട്ട്സ് ടു അവോയ്ഡ് ഇഞ്ചുറീസ് എന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഇല്ലാണ്ടാണോ ആൾക്കാർ ഹൈക്കിന് പോകുന്നത്? ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഹൈക്കിംഗ് ബൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ബാസ്ക്കറ്റ് ബോൾ ഷൂസ് ഇട്ടാണ് കയറി വന്നത്. ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ലൈക്ക് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ബി സേഫ് ആൻഡ് സെക്യൂർ ഔട്ട് ദെയർ. ഓക്കെ, ഇപ്പോൾ ജേക്കബോ ആണെങ്കിലും ഒരു റണ്ണിങ് ഷൂസായിട്ട് ഇരുന്നത്. ആൻഡ് മോർ ഓവർ ഞങ്ങൾ കയറിപ്പോയപ്പോൾ ദർ വാസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവർ ബെയർ ഫൂട്ടഡായിട്ട് വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ആൻഡ് അവർക്ക് നടന്നു പോകാമെങ്കിൽ നമ്മളും മനുഷ്യന്മാരല്ലേ, അപ്പം നമുക്ക് നടന്നു നോക്കൂടെ? ഈ ഒരു 3 വളവും കൂടെ കഴിഞ്ഞ പിന്നെ നേരെയാ, അത് കഴിഞ്ഞിട്ട് പിന്നെ മേളിലേക്ക് ചെല്ലുമ്പോൾ കുറേ വളവാ.
അടുപ്പിച്ചടുപ്പിച്ച ഫുൾ ഹെയർ പിൻ വളവുകൾ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ ആദ്യം പറഞ്ഞോളൂ ഈ പാറയും കല്ലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണമെന്ന്. ഇത് കണ്ടിട്ട് ഒരുമാതിരി മലയിടിഞ്ഞ് വീണ് അവിടെ എവിടെയൊക്കെ കിടക്കണ പോലെ ഉണ്ടെന്നല്ലേ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഓരോരോ സ്റ്റെപ്പ് പോലെ അവർ ഈ വീണ് കിടന്ന പാറ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ സൈറ്റിൽ പറഞ്ഞേക്കുന്നത് ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ദർ ആർ സ്പേസസ് ഓർ പ്ലേസസ് നിങ്ങൾ കെയർഫുള്ളായിട്ട് തന്നെ വരേണ്ട ഏരിയ ഉണ്ട്. അതിൻ്റെ ഫർദർ വീഡിയോ നമുക്കിവിടെ മുമ്പ് പോകുമ്പോൾ കാണാൻ പറ്റും. ഇത്രയും സ്റ്റെപ്സിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഇത് മൊത്തം സ്റ്റെപ്സാ. It's all steps. Strawberry. എന്ത് 2 നമ്മൾ 0.25 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 250 മീറ്റർ. ഇത് 2 വഴി. റോഡ് നോട്ട് ടു ബി ടേക്കൻ ആയിരിക്കും. ഇത് മിസ്റ്റേക്ക് ആണ്. അതെ 2 റൂട്ടുണ്ട്. 2 വഴിയുണ്ട്. എന്നാ നിങ്ങൾ വഴിയോ? ഇത് ടഫസ്റ്റ് അറിയടാ. I guess so. ആ ശരി, ഒറ്റ വഴിയിലേക്ക് തന്നെ. ഒരു വഴിയിലേക്കാ വന്നെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കൂട്ട്നി കായലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൂട്ട്നി പുഴ എന്ന് പറഞ്ഞു. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ ചീത്ത പറഞ്ഞു, എടാ മണ്ട അത് പുഴയല്ല കായലാണെന്ന് പറഞ്ഞു. ഏത് നല്ല രസമായിരിക്കും. പെട്ടെന്ന് താഴ്ചയല്ല. അര കിലോമീറ്റർ പോലും ആയിട്ടില്ല. നടക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. ആ 350 350 എന്നാന്ന് എന്താ അരിഞ്ചാക്ക സാധനം ഇറക്കാനായിട്ട്. ഏത് വേണേലും എടുക്കാം.
കാലുവേദന അതിന് നമ്മൾ ഒരുപാട് പൊക്കത്തേക്ക് കയറിയില്ല. കാര്യം ഇതൊക്കെ നിറച്ച് പാറയും ചെറിയ ഇടുങ്ങിയ വഴികളൊക്കെ ആണേലും ഓരോ ഹൈക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നൊരു ന്യൂ ബോൺ ഫീലിംഗ് ഉണ്ട്. അതായത് നമ്മൾ വീണ്ടും റിഫ്രഷായി വരികയാണ്. എനിക്ക് ഈ ഹൈക്ക് കയറി കഴിഞ്ഞപ്പം ചെറിയതായിട്ട് ഒരു തലകറക്കം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാതെ വന്ന് കയറുന്നതാണ്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ആവശ്യത്തിന് വേണ്ട ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കയറുക. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ആ, നമ്മളൊരു ഹൈക്ക് കയറുമ്പം ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നത് ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം മൈൻഡിൽ കണ്ടിട്ട് നമ്മളൊരു കാരണവശാലും ഹൈക്കിന് കയറരുത്. അതിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ദിസ് വ്യൂ. ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുക. ഇല്ല, ഇനി കുറച്ച് ദൂരം ഇതിലിങ്ങനെ ആണെന്ന് തോന്നുന്നു. വളവും തിരിവൊന്നും കാണുന്നില്ല. ഇറ്റ്സ് നോട്ട് ടു ബാഡ്. No, I hate steps. That's the reason. ഇല്ലടാ കേട്ടോ. ഇതില് വഴി കണ്ടുപിടിക്കാനോ പാട്. വഴിയോടെ പോണതാ വഴി. പോണതാ വഴി. ഐ ഗെസ് സോ. എൻ്റെ ബോഡി ചൂടാ. ഇത് ഊരാൻ മടിയാ തന്നെ ഇങ്ങനെ നിൽക്കണം. I have a lot of stuff to remove. Cameraman never dies. Cameraman never dies. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു ചെറിയ വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, വഴി കാണില്ല. ഇമാർക്ക് ഇത് ഇങ്ങനെ നേരിട്ടാ പോരെ? അഡ്വഞ്ചർ ആവണ്ടേ? ജോലി കിട്ടില്ലേ? അഡ്വഞ്ചറിലെ ജോലി കിട്ടില്ല വിട്ട കാരണം. ചെറിയ ചെറിയ സ്റ്റെപ്സ് ആണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. കല്ലും മണ്ണും. അമ്മേ, I hate steps. We haven't reached 1 kilometer mark yet. I guess it's 2 kilometer up. Yes. As per the map shows, we have just came like quarter way.
അയ്യോ 1 കിലോമീറ്റർ ആയില്ലട്ടാ. 750 kilometers only. 750 meters only. No, we just came 730 meters. That's it. കരടിയുടെ കൂടെ ആണോടാ? എവറിത്തിങ് ഈസ് ബ്ലൂബെറി. വടിയാവുന്നാണ് നീ ഉദ്ദേശിച്ചത്? മൊത്തം ബ്ലാക്ക് ആയിരിക്കും. എർത്ത് വോം താഴെ പിടി. ആ ഞാൻ പറയാൻ വരായിരുന്നു പിടിച്ചോണ്ട് പോയി ചൂണ്ടയിടാന്ന്. ലാസ്റ്റ് ടൈമിലുണ്ടായിരുന്നു. നമ്മളവിടെ പോയപ്പോഴേ ജഗ പോണ്ടേ. ആ വീട്ടില് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ആ സൈഡ് ക്ലീൻ ചെയ്തപ്പോ ഉണ്ടായിരുന്നു. ആ ഫ്രഷ് ഫ്രഷ് വേണത്ര. ഫ്രഷ് കൊടുക്കാം. കമ്പനി ഇല്ല എന്ന് പറഞ്ഞ് നടക്കാറ്. 1 kilometer yet. 100 meters more for 1 kilometer. അപ്പോൾ ഗായ്സ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു വ്യൂവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ടോപ്പിലുള്ള വ്യൂവിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ചെറിയ രീതിയിൽ കോടയൊക്കെ ഇറങ്ങി മഴക്കാറും മേഘങ്ങളൊക്കെ ഇങ്ങനെ പതിയെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വ്യൂസൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നില്ല. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഹൈ റേഞ്ച് ഏരിയയിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും കാണാം. പക്ഷേ സിറ്റി ലൈഫിൽ നിൽക്കുന്നവർക്ക് ഒന്നും എപ്പോഴും ഇത് പറ്റിയെന്ന് വരില്ല. Are you wearing a mask? Are you wearing a mask? No. I'm breathing it on a higher level, right? So it's going up. Yeah. So it makes more fog. Oh, really? Yeah. ഇപ്പം നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് വിചാരിക്കുന്നുണ്ടാവും, ഇവൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയണേ. അത് നിങ്ങളെ കൊണ്ടും പറ്റും. ജസ്റ്റ് പ്രാക്ടീസ് ഗായ്സ്, പ്രാക്ടീസ്. ഗായ്സ് ബി കെയർഫുൾ പ്ലീസ്. പോയി താഴോട്ട് നോക്കുമ്പോ എന്താ ചെയ്യാ? താഴോട്ട് അവിടെ നിന്ന് താഴോട്ട് നോക്കി, അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി. ഓ സെറ്റ്. റെഡ് അല്ലടാ ബോബ്, ഓറഞ്ച് ബ്രിഡ്ജ്. നിനക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ? കൊറേ ആൾക്കാരുണ്ട്. You're not getting fog on your glasses? No. It's anti-fog. Yeah.
ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള വ്യൂ ആണ്. മറ്റേപോലെ പീക്കിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമല്ല ഒരു ഇത് കിട്ടുന്നത്. ഏത് അത് എനിക്ക് തോന്നുന്നല്ല, മറ്റേ ലെവൽ ഇതായിരിക്കാം. അല്ലെങ്കിൽ രാത്രി മറ്റേ ലൈറ്റ് കളയുന്ന സാധനമല്ലേ. ഇത്രയും വലിയ മനുഷ്യനാ, എന്താണ് അതിശയന. യു മീൻ ജീസസ് ക്രൈസ്റ്റ്? എവിടെന്ന്? മാങ്ങയുടെ ഇന്നലെ എവിടെ? വിച്ച് വൺ? ആ, their products are so good. എക്സ്പെൻസീവാ. It is expensive, but the quality of the products is like, yeah, quality is so good. Huh? Like once in a while we can go and try it, that's fine. ഓട് വരാനൊന്നുമില്ല. Hi guys. അയ്യോ അതെ, ഇതിലിങ്ങനെ നേരെ കയറി പോരുത് കേട്ടോ. ഞാൻ നേരെ നോക്കിയപ്പോ കല്ലൊക്കെ പൊളിഞ്ഞെടുക്കുന്നു. ആ ദൈവമേ, ഇവരോട് എത്തിയോ? ആ, അവരെ കുത്തി നടക്കാനുള്ള സാധനമുണ്ട്. തെന്നുന്നുണ്ടേ നോക്കണേ. സ്ലിപ്പറി. ഇവിടെ ഇറങ്ങിക്ക, അവര് പോട്ടെ. നടന്നു എന്നിട്ടോ? ഓൾറൈറ്റ് ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ചില വ്യൂസ് ഉണ്ട്. അത് എന്താ നിങ്ങളത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രം കിട്ടുന്നൊരു പ്രത്യേക ഫീലാണ്. ജസ്റ്റ് ലൈക്ക് ദിസ് വ്യൂ. ഇത് ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും. പൾപ്പിറ്റിൻ്റെ മേളിൽ കയറിയത് എൻ്റെ കാനഡ ഡേയുടെ ഫസ്റ്റ് ഒരു 3 ദിവസത്തിനുള്ളിലാണ്. ആ ഒരു ഹൈക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ കിട്ടുന്നൊരു വ്യൂ ആണ്. കാരണം നമുക്ക് പൾപ്പിറ്റിൽ നിന്ന് കിട്ടുന്നത്, നിങ്ങൾക്ക് അവിടെ താഴെ നമ്മുടെ ബിഗ് ഓറഞ്ച് ബ്രിഡ്ജ് കാണാൻ പറ്റും.
അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് പൾപ്പിറ്റിൻ്റെ വ്യൂ വരുന്നത്. ഇവിടെ നിന്ന് ഈ കാണുന്നത് ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു. കാരണം ചെറിയതായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വ്യൂ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്രയും തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ വീട് ആ ബിഗ് ഓറഞ്ച് ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്താണ്. ഇത്ര അടുത്ത് കിടന്നിട്ട് ഞാൻ ഈ 4.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലയൺസ് ബ്ലഫ് അത് തുടക്കമല്ല, വഴിതെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടി വെച്ചാണ്. യെസ്, രാത്രി വല്ലതും കയറണം നേരെ. ഹലോ ഗൈസ്. ബോഡി തണുത്ത് അതെ, ബോഡി തണുത്തു ഗൈസ്, ബോഡി തണുത്തു. കം ഓൺ. The only person here not lady is me. യെസ്, പെട്ടെന്നാവട്ടെ. ബോഡി തണുക്കാൻ പാടില്ല. അയ്യോ അയ്യോ ഞാർത്ത് അയ്യോ കണ്ണു ഗൈസ്. പെട്ടെന്ന് ഞാൻ ഓടി വന്നപ്പോ ഓടി എങ്ങോട്ട് പോയി? ഈശ്വര, ഇത് ബ്ലഫാടാ, ബ്ലഫ്. ഇതെങ്ങോട്ടാ? അടുത്ത വ്യൂ ആണോ? നമ്മൾ ക്യാപ്ചറിലെ വ്യൂ അല്ല വേണ്ടത്. ഓ സീൻ താഴെ. We have to go up there. പോട്ടോ, ഇതിലേം പോകാൻ വേണമെങ്കിൽ. ആ ഇതിലേം പോവാം. This way comes like just connects to that side. 10? Yeah, 500 and we are done. We are done climbing, then we are straight road. I think we will do 2 more times. It's a bluff, no? Ah. Actually, he also don't know. Same way only we have to go down. What? Same way. Yeah. അയ്യോ ഷൂ പോയി. Or else we have to take. ഒരു മിനിറ്റ്. ഷൂ പോയെന്ന്. ഓ, ഷൂ ഊരിപ്പോയോ? ഞാൻ ഷൂ കീറുന്ന കേട്ടെ. ഇത് വലിയ റെസ്പോൺസിബിലിറ്റി. നീ ഊരി മേടിക്കോ? ഇല്ല, ഭയങ്കര വലിയ റെസ്പോൺസിബിലിറ്റി. വൈ? ഇതിന്റെ ഷോൾഡേഴ്സ് താങ്ങൂല. പിന്നെ 100 ഗ്രാമുള്ള ഒരു സാധനം, അതിൻ്റെ കൂടെ 200 ഗ്രാമുള്ള സാധനം. 80 ഞാനില്ലടാ, നീ എന്നെ മറന്നോ? ഞാനും എന്റെ കൂടെ തന്നെ ഉണ്ട്. അത് തന്നെ സ്ഥിരമായിട്ട് എടുക്കണല്ലേ. അയ്യോ ഓ ഇതാ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണ് ഇനി. കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ്, സ്മോൾ ബേബി സ്റ്റെപ്സ്. ഈ വീഡിയോയിലെങ്കിലും ഞാൻ ആ ഡയലോഗ് പറയണ്ടെന്ന് വിചാരിച്ചു. ആ എല്ലാ വീഡിയോയിലും ഉണ്ട് ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് മൊത്തം കല്ലുകളാണ് എന്ന്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തം പാറകളാണ്. നമ്മുടെ ഈ റൂട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ കട്ട് ചെയ്യാവുന്നത് ആ ടൈമിലല്ലായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് പാറകളുടെ അയ്യരുകളിയാണെന്ന് വേണമെങ്കിൽ പറയാം, കൊളോക്കിയലായിട്ട് പറയുമ്പോൾ. നമ്മൾ ആദ്യം കയറിയപ്പോൾ സ്റ്റെപ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനി ഈ കാണുന്ന കയറ്റത്തിൽ സ്റ്റെപ്സ് ഒന്നുമല്ല, മൊത്തം ഇളകിയിരിക്കുന്ന പാറകളാണ്. ഇതാ ഇവിടെ ഒരു കല്ല് ഇളകിയിരിക്കണേ. കല്ലിൽ എന്താണ് കാട്ടം? ബാലൻസ് വിട്ടു പോന്നതാ. ഭയങ്കര കല്ലടാ. അതൊന്നും ഒന്നുമല്ല. That stone is broken, huh? Which one? That big in front of you. This one? No, in front of you. This? Yeah. അവള് കേറിട്ടൊന്നുമില്ല, അനങ്ങ പോലില്ല. What? ആ തീരെ കല്ലില്ലല്ലോ. See, no stones at all. These are not stones. Yeah. These are rocks. അതെ അല്ലേ ഞാൻ പറഞ്ഞു. നമുക്ക് സ്റ്റോൺ പേപ്പർ സിസർ എന്ന് പറയുമ്പോൾ റോക്ക് പേപ്പർ സിസർ. ആ അതും ശരിയാണല്ലോ. No, one kid told me like Canada doesn't have stones.
They have rocks. They have rocks. Rock, paper, scissor. We have stone, paper, scissor. Was it Liam? Liam told me there is somebody else. Sounds like very Yeah, very much like a Liam joke. ആർക്കൊക്കെ ഷെയർ കൊടുക്കേണ്ടി വരും അല്ലേ നമ്മള്? അവന്റെ തല ലിയമിന്റെ ലിയമിന്റെ ഡയലോഗ് അവരെ ഒറ്റ സെറ്റല്ലേ ഉള്ളൂ. Oh my god. What? little bit rocks, small rocks. I don't think it's going to be hard. Yeah, not very hard, but just watch your steps. I'm going to do it in his sleep. Watch your steps. Yeah. Depends on what rock are you standing on. അതെ, സ്വന്തമായിട്ട് നോക്കി കണ്ടുവരിക. Whoa. ഇല്ല ഇതന്നെ. അയ്യോ, ഇങ്ങോട്ട് മാറി നിൽക്കണോ? ആ പൊളിക്കും. നമ്മളവിടെ പാതി വഴിയാകുമ്പോൾ അവര് തിരിച്ചു നട്ടോ. അല്ല, അതാരാണോ കയറി പോയെ? ഇടയ്ക്ക് എവിടെ കയറിയില്ലല്ലോ അത്. രാവിലെ പോയതായിരിക്കും. ഓ, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. നമ്മളെക്കാൾ അപരാധികളോ? അല്ല, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഒരു ചുമന കെട്ട് പോന്നു. How are you going to come down? ആ അയ്യോ. Somehow we will come down. Be careful though. മരത്തിൽ ഇങ്ങനെ I'm supporting you. ഓ, സീനാണല്ലോ. The big rocks are ഓ, പുള്ളിക്കാരി തിരിച്ചു വരുമോ? ഓ, സീൻ. ചേച്ചിയോട് ചോദിച്ചാൽ ഈ വഴി മാത്രമുള്ളൂ തിരിച്ചു വരാൻ. പേടിച്ചോടി വരണാണോ ചോദിച്ചേ? Good morning. Hi. How are you? Very well. Yourself? Thank you. Good. Oh wow. Thank you. You guys are up early. Hi. Let's go. സോ ഗായ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓരോ കല്ലിൻ്റെയൊക്കെ വലിപ്പം നോക്കുമ്പോൾ ഇതുണ്ടോ, മുമ്പിൽ കാണുന്ന കല്ലിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ? ദോസ് റോക്സ് വെർ ലൈക്ക് സോ ഹ്യൂജ്. അതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി പോവുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു റിസ്കി ഫാക്ടറായിരുന്നു. ബട്ട് സംഹൗ വി മാനേജ് ടു ഗെറ്റ് അപ്പ് ദെയർ. Let's climb up from here. ആ, എവിടെയാണ് നാർണിയ സെറ്റപ്പ് ചെയ്തത്? ത്രോണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണല്ലേ? ഇത് നാർണിയ സെറ്റപ്പാടാ ഇവിടെ. ഇതല്ല യെസ്, കറക്റ്റ് ഒരു ത്രോൺ. ഇതിങ്ങനെ തിരോടെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ത്രോണായി. അതെ, ഇവിടെ നാർണിയ സെറ്റ് ചെയ്തത്. ഇവിടെ ലൈൻ കിങ് നിന്നത്. തനിക്ക് പാറ കാണുമ്പോ അന്നേരം ലൈൻ കിങ് ഇതിന്റെ മേളിക്കടെ ഇങ്ങനെ ഓടി വരുന്നു. യെസ്, താഴേക്കടെ മറ്റേ പോത്ത ഓടുന്നു. പിന്നെ കാട്ടുപോത്തിന് മല കയറല്ലോ പരിപാടി. ഇമാതിരി മലയൊന്നും കാട്ടുപോത്ത് കയറില്ല. അയ്യോ, ഇതാണ് വഴി. ഏ, എന്തുവാണ് ഇത്? കല്ല് മുഴുവൻ എവിടെ നിന്ന് കൊണ്ടിട്ടു? സത്യം. ഒന്നിങ്ങടെ നോക്കി. ഏ, അയ്യോ, വെറുതെ അല്ല അങ്ങനെ ഇത്ര നേരം. കം കം, there is bluff again, bluff, come. Oh, നമ്മളുടെ They just say that people getting. അയ്യോ, നീ നിന്റെ ചാനൽ ഹൈക്ക് ചെയ്ത് വിടടാ. നമ്മൾ പയ്യെ വരുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, പീക്ക് ആൻഡ് പിസ്റ്റൺ ആണ്. നമ്മൾ വ്യൂ എല്ലാം പിടിച്ചാ വരുന്നത് പറഞ്ഞത്. ഇത് 3/10. 3/10. Oh, we are just more 7 up. 200 meters. ഏ, 200 meters. ആ, അവരോട് എന്താ മാർക്കറ്റിംഗ് ഇപ്പോഴേ ചെയ്തോ.
നമ്മൾ ചെയ്യുന്ന വീഡിയോ മലയാളത്തിൽ അവർക്ക് എന്ത് മനസ്സിലാവാനാ? ആ സാരമില്ല, യൂട്യൂബ് ആണ്. Subtitles, you know. വേണ്ട ഒരു കൊച്ചുകുട്ടി നടന്നു വരുന്നത്. I'm a translator. I cannot understand Malayalam at all, but I can still be a translator, you know. ഹലോ, ഇതാരത് അയച്ചോടാ സീൻ. നമ്മൾ വീണ്ടും സ്ഥലം കൊടുക്കും. ഇത് നേരെ തിരിച്ചാണല്ലോ ഇറങ്ങി വരുന്നത്. അതെ, കേറി മാത്രം തന്നെ ഇറങ്ങി വരുന്നു. വേണ്ട I'm gonna move ahead. I know, I was like, I just moved here, and then I was like, it's cold in the winter. Thank you. You're almost there. Yeah, thank you. Yeah, of course. You're almost there. Thanks, man. You guys have a good day. You too. Have a good day. Bye-bye. Ciao. Yeah, thank you. Vodafone? വോഡാഫോണിൽ ഇതല്ല, വോഡാഫോണിലെ പഗ്ഗ. ഇത് വേറെ സാധനം. What time is it? 6:57. Okay, not 6:57. കിളി പോയി ഗൈസ്, കിളി പോയി. ഫോണോട് എന്റെ ഫോൺ കാണല്ലോ. കിളി പോയി ഗൈസ്. Okay. You think we'll be down by 9 o'clock? Easily. 8 o'clock. I don't think so. Down is easy, no? Illa, the rocks are too big, huh? Yeah, like, except for this rock path, rest is fine. Yeah. We will run through like this, straight. Then you sit down and one push down. Yes, one push. Only one in 8 minutes. ഡാ ഇതെന്താടാ കുട്ടാ, ഇതേതാ? ഇങ്ങനെ കറങ്ങിയത്. ഏ? ഇതിലെങ്ങനെ കയറിയോ? വലിയ കുഴപ്പമൊന്നുമില്ല. അത് കുഴപ്പമില്ല, മനസ്സിലായി. പിന്നെ വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അത് ഇറങ്ങി വഴി പറഞ്ഞായിരിക്കും. ബാലൻസ് ആവുന്നില്ല. Should we go there? Yeah, it's just the way. സെയിം. Okay. Okay, I thought it's a different route to somewhere else. നമുക്ക് ഇറങ്ങിയതാണോ? Huh? Just take a long route. നമ്മൾ നമ്മുടെ ഹൈക്കിൻ്റെ പീക്ക് പോയിന്റിലേക്ക് എത്തുകയാണ്. വ്യൂ എന്താ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫുള്ള് കോടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് മേളിൽ പോയിട്ട് കണ്ടു നോക്കാം. ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടിയില്ലെങ്കിലും ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു വ്യൂ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. കാനഡയിൽ വീക്കെൻഡാണോ? കാനഡയുടെ വീരപ്പനാണെന്ന്. ബോർഡ് കാണുന്നുണ്ട്. ബ്ലഫ് എന്ന് പറഞ്ഞിട്ട് ഈ 2 കിലോമീറ്റർ എന്ന് പറയുന്നത്. Oh, there is a board. യെസ്, ഈസി ആൻഡ് സ്മോൾ പാത്ത്. എന്താടാ അത്? എന്താടാ? സമ്മിറ്റ് ട്രെയിനിലേക്കുള്ള വഴി. ഓ, സമ്മിട്രിയിലുള്ള വഴി കാടാണല്ലോ മൊത്തം. എലിവേഷൻ ഉണ്ടോ? 8.15 വെർട്ടിക്കൽ കിട്ടുന്നുണ്ട്. കാണും. ഓ, ഫ്രണ്ട്സ് ഓഫ് പൾപ്പിഡ് റോക്ക് സൊസൈറ്റി. വാ.